വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 16-ാം സർഗത്തിലത്തെ 13-ാമത്തെ ശ്ലോകം ആണ് നിർത്തിയത്. അതായത് എന്ത് വരാണ് വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുല്ലോ ഹനുമാനോട്. അപ്പോൾ ഹനുമാൻ വളരെ സന്തുഷ്ടനായിട്ട് ഹനുമാൻ പറഞ്ഞു, ഹേ ശ്രീരാമഭഗവാനെ, നിന്തിരുവടിയുടെ നാമത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിന് എത്രയായാലും മതി വരുന്നില്ല. അങ്ങയുടെ നാമം സ്മരിച്ചിട്ട് എനിക്ക് മതിയാവണില്ല. അതുകൊണ്ട് അങ്ങയുടെ നാമത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഭൂമിയിൽ എനിക്ക് ചിരകാലം ജീവിക്കണം. എന്നിട്ട് ഒന്നും കൂടിയും പറഞ്ഞു, ഈ ലോകത്തിൽ അങ്ങയുടെ നാമം ഏത് കാലം വരെ നിലനിൽക്കുമോ അത്രയും കാലം എൻ്റെ ദേഹവും നിലനിൽക്കണം. എന്നിട്ട് എനിക്ക് ഈ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് അത്ര മതിയാവണില്ല. ആ വരാണ് എനിക്ക് ഏറ്റവും മോഹം എന്ന് പറഞ്ഞു അല്ലേ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. എന്തൊരു ഭക്തിയാണ് ഹനുമാനല്ലേ. ഈ 14 രാമസ്തഥേതി തം പ്രാഹ മുക്തസ്തിഷ്ഠ യഥാ സുഖം കൽപ്പാന്തേ മമ സായുജ്യം പ്രാപ്സ്യസേ നാത്ര സംശയ. അപ്പോൾ തഥാ അങ്ങനെ ആകട്ടെ, തഥാസ്തു പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു. ആര്? ശ്രീരാമനെ. മുക്തനായിട്ട് യഥാസുഖം സുഖമാകം വണ്ണം സ്ഥിതി ചെയ്താലും കൽപ്പാന്തേ, അതായത് ഈ കൽപ്പം കഴിയുമ്പോൾ, ഒരു കൽപ്പം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാവുമല്ലോ, കൽപ്പാന്തത്തിൽ മമ സായുജ്യം, നീ എന്നെ പ്രാപിക്കും. അതുവരെ ചിരഞ്ജീവിയായിട്ടിരിക്കും. കൽപ്പാന്തകാലം വരുമ്പോൾ നീ ഈ ലോകം മുഴുവൻ നശിക്കുമ്പോൾ നീ എന്നെ പ്രാപിക്കും. അതുവരെ നിൻ്റെ ആഗ്രഹം പോലെ രാമനാമം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം എന്താ? കൽപ്പാന്തകാലം വരെ രാമനാമം നിലനിൽക്കും. അത്ര കാലം നീ ചിരഞ്ജീവിയായിട്ടിരുന്നോളൂ, അത് കഴിഞ്ഞ് എന്നെ പ്രാപിക്കും. അത്ര സംശയ, ഇതിൽ സംശയമില്ല. ഇത് രാമ തം പ്രാഹ എന്ന് രാമൻ പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ. ജീവൻ മുക്തനായിട്ട് സുഖമായിട്ട് വസിച്ചോളൂ. കൽപ്പാവസാനത്തിൽ നീ എന്നോട് ചേർന്ന് മുക്തി നിനക്ക് ലഭിക്കും ചെയ്യും, ഇതിൽ സംശയമില്ല എന്ന് പറഞ്ഞു എന്നർത്ഥം. രാമസ്തഥേതി തം പ്രാഹ മുക്തസ്ഥിഷ്ഠ യഥാ സുഖം കൽപ്പാന്തേ മമ സായുജ്യം പ്രാപ്സ്യസേ നാത്ര സംശയ. 15 തമാഹ ജാനകി പ്രീത യത്ര കുത്രാപി മാരുതേ സ്ഥിതം ത്വാം അനുയാസ്യന്തി ഭോഗാഃ സർവേ മമാജ്ഞയാ. പ്രീത ജാനകി, വളരെ സന്തോഷിച്ച ജാനകി, സന്തുഷ്ടയായ ജാനകി തം ആഹ, ഹനുമാനോട് പറഞ്ഞു, മാരുതേ, ഹേ വായുസൂനോ, എത്ര കുത്രാപി സ്ഥിതം ത്വാം, നീ എവിടെ ഇരുന്നാലും നിന്നെ സർവേ ഭോഗ, സർവങ്ങളായ ഭോഗങ്ങൾ മമ ആജ്ഞ, എൻ്റെ ആജ്ഞ കൊണ്ട് അനുയാസ്യതി, നിന്നെ ഫോളോ ചെയ്യുന്ന, അനുയാനം ചെയ്യുന്ന. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള സീതാദേവി ഹനുമാനോട് പറഞ്ഞു, ഹേ മാരുതി പുത്ര, നീ ഏത് ദിക്കിലിരുന്നാലും അവിടെ സർവ്വസുഖ സാധനങ്ങളും എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് നിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുന്നത്. എൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എവിടെ തന്നെ ഇരുന്നാലും സർവ്വസുഖ ഭോഗങ്ങളും നിന്നെ അന്വേഷിച്ചിട്ട് നിൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. എന്നുവെച്ചാൽ എന്നും സുഖമായിരിക്കുന്ന അർത്ഥമുള്ളൂ. തമാഹ ജാനകി പ്രീത യത്ര കുത്രാപി മാരുതേ സ്ഥിതം ത്വാം അനുയാസ്യന്തി ഭോഗാഃ സർവേ മമാജ്ഞയ, എൻ്റെ ആജ്ഞപ്രകാരം സർവഭോഗങ്ങളും നിൻ്റെ അടുത്ത് എപ്പോഴും എത്തിച്ചേരുന്ന. ഇനി 16 3 വരിൻ്റെ. ഇത്യുക്തോ മാരുതി സ്ഥാഭ്യാം ഈശ്വരാഭ്യാം പ്രഹൃഷ്ടധീ ആനന്ദാശ്രുപരീതാക്ഷോ ഭൂയോ ഭൂയ പ്രണമ്യതൗ കൃച്ഛാദ്യയൗ തപസ്തപ്തും ഹിമവന്തം മഹാമതി. ഈശ്വരാഭ്യാം താഭ്യാം, ഈശ്വരന്മാരായ ആ 2 പേരാൽ ഇതിയുക്ത, അതായത് ശ്രീരാമനും സീതയും ഇപ്രകാരം പറയപ്പെട്ട മാരുതി ഹനുമാൻ ആനന്ദാശ്രുപരീതാക്ഷം, ആനന്ദം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ട് പ്രഹൃഷ്ടതി, ഏറ്റവും സന്തോഷിച്ച മനസ്സോടുകൂടിയവനായി
തൗ അവർ രണ്ടുപേരെ ഭൂയ ഭൂയ പിന്നെയും പിന്നെയും നമസ്കരിച്ചിട്ട് പ്രണമ്യ ഭൂയോ ഭൂയോ നമാമ്യഹം അല്ലേ, അതന്നെ പിന്നെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് തപഹ തപ്തും തപസ് ചെയ്യുവാനായിക്കൊണ്ട് മാഹമതി മഹാബുദ്ധിമാനായിട്ടുള്ള പിന്നെ ഹനുമാൻ കൃച്ഛ്രാദ് സീതാരാമന്മാരെ വിട്ടുപിരിയുന്നതിൽ ദുഃഖത്തോടു കൂടി കൃച്ഛ്രാദ് ഹിമവന്തം യയൗ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്തു പോയി. എന്താ അറിയോ, ഈശ്വരനായ ശ്രീരാമചന്ദ്രനും മഹാലക്ഷ്മി എന്നെ അവതരിച്ചിട്ടുള്ള സീതാദേവിയും വളരെ പ്രീതരായിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ ഹനുമാനുണ്ടായ പരമാനന്ദം കൊണ്ട് ഹനുമാൻ്റെ നേത്രങ്ങളിൽ നിന്ന് ജലം നിറഞ്ഞൊഴുകി. അത്ര സന്തോഷമായി ഹനുമാന് സന്തോഷമായിട്ട് കണ്ണ് നിറഞ്ഞു. സീതാരാമ ചരണാരവിന്ദങ്ങളിൽ പല പ്രാവശ്യം നമസ്കരിച്ചു. എന്നിട്ട് പിരിഞ്ഞു പോവാനുള്ള ദുഃഖം കൊണ്ട് അതിപ്രയാസത്തോടു കൂടിയിട്ടാണെങ്കിലും മഹാബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ തപസ്സിനായിക്കൊണ്ട്, അതായത് രാമനാമം ജപിച്ച് തപസ്സിരിക്കാൻ ആയിക്കൊണ്ട് ഹിമാലയത്തിലേക്ക് പോയി. ഇത്യുക്തോ മാരുതിസ്ഥാഭ്യാം ഈശ്വരാഭ്യാം പ്രഹൃഷ്ടതി ആനന്ദാശ്രു പരീതാക്ഷോ ഭൂയോ ഭൂയ പ്രണമ്യതൗ കൃച്ഛാദ്യയൗ തപസ്തപ്തും ഹിമവന്തം മഹാമതിഃ. 17. തതോ ഗുഹം സമാസാദ്യ രാമ പ്രാഞ്ജലിമബ്രവീദ് സഖേ ഗച്ഛ പുരം രമ്യം ശൃംഗവേരമനുത്തമം. തഥാ അതിനുശേഷം രാമൻ പ്രാഞ്ജലി ഗുഹം, അതായത് കൈകൂപ്പി നിൽക്കുന്ന ഗുഹനെ സമാസാദ്യ അടുത്ത് പോയിട്ട് അബ്രവീത് ഗുഹനോട് പറഞ്ഞു. ഗുഹനും അവിടെ കൈകൂപ്പി നിൽക്കണ്ട. അപ്പോൾ ഗുഹൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സഖേ ഹേ സ്നേഹിത, അനുത്തമം അത്യന്തമുത്തമവും രമ്യം മനോഹരവുമായ ശൃംഗവേരപുരത്തെ ഗച്ഛ, നീ നിൻ്റെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോക്കോളൂ എന്ന് പറയണം. അതായത് ഹനുമാനെ അനുഗ്രഹിച്ചതിന് ശേഷം ശ്രീരാമചന്ദ്ര ഭഗവാൻ തൊഴുതു നിൽക്കണ ഗുഹൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹേ സഖേ, അങ്ങനെ വിളിക്കണം കേട്ടോ, എൻ്റെ മിത്രമേന്നാണ് വിളിക്കണം, അതിശ്രേഷ്ഠവും മനോഹരവുമായ ശൃംഗവേരം എന്ന നിൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. തതോ ഗുഹം സമാസാദ്യ രാമപ്രാഞ്ജലിമബ്രവീദ് സഖേ ഗച്ഛപുരം രമ്യം ശൃംഗവേരമനുത്തമം. അത്യന്തമുത്തമം എന്നർത്ഥം. 18. മാമേവ ചിന്തയൻ നിത്യം ഭുങ്ക്ഷ്വൻ ഭോഗാൻ നിജാർജിതാൻ അന്തേ മമൈവ സാരൂപ്യം പ്രാപ്സ്യസേ ത്വം ന സംശയ. നിത്യം മാം ഏവ, എപ്പോഴും എന്നെ തന്നെ ചിന്തിക്കുന്നവനായിട്ട് ഗുഹനോട് പറയട്ടോ. നിജാർജിതാൻ, നിന്നാൽ ആർജിക്കപ്പെട്ട, അതായത് സമ്പാദിക്കപ്പെട്ട ഭോഗങ്ങളെ ഭുങ്ക്ഷ്വ ഭുജിച്ചുകൊള്ളുക. എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് നീ എല്ലാ സുഖങ്ങളും ഇപ്പോൾ നിനക്ക് നീ എന്നെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ധനമോ സുഖമോ ഒക്കെ അനുഭവിച്ചോളൂ, പക്ഷെ എപ്പോഴും എന്നെ ചിന്തിച്ചുകൊണ്ട്. അങ്ങനെ ആയാൽ ഈ ജന്മത്തിൻ്റെ അവസാനം അന്തേ പറഞ്ഞില്ലേ, അന്തേച്ചാൽ ഈ ജന്മത്തിൻ്റെ അവസാനത്തിൽ മമ സാരൂപ്യമേവ, നിനക്ക് സാരൂപ്യമോക്ഷം, ഞാനായിട്ട് തന്നെ നീ തീരും, എൻ്റെ രൂപത്തിൽ തന്നെ നീ ആയിത്തീരും. ത്വം പ്രാപ്സ്യസേസി, നീ പ്രാപിക്കും എന്ന സംശയം, നിനക്ക് സാരൂപ്യമോക്ഷം കിട്ടും ഈ ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോൾ. അതുവരെ എന്നെ ചിന്തിച്ചിരുന്നോളൂ. എന്താ പറഞ്ഞാൽ, നിൻ്റെ ജന്മാന്തര കർമ്മങ്ങളുടെ ഫലമായിട്ട് നിനക്ക് കിട്ടുന്ന സുഖങ്ങളും ഒക്കെ പ്രാരബ്ധകർമാനുസരണം വന്നു ചേരുന്ന സുഖദുഃഖങ്ങളൊക്കെ എന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അനുഭവിച്ചോളാൻ പറയണം. ശരിക്കും പറയാച്ചാൽ നമ്മളോടും അത് ഭഗവാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുക. അതായത് പ്രാരബ്ധകർമ്മം അനുസരിച്ചിട്ട് നമുക്കൊക്കെ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും അനുഭവിച്ചേ തീരൂ. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഭഗവത് സ്മരണയോടുകൂടി ഇരുന്നാൽ മതി. എന്നാൽ ഈ ജന്മത്തിൻ്റെ ജന്മാന്ത്യത്തിൽ ഭഗവാൻ നമുക്കും
സാരൂപ്യമോക്ഷം തരും എന്ന് പറയാണ്. അതായത് സദാ ഭഗവാനെ ചിന്തിച്ചിട്ട് നമ്മളിപ്പോൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചും കൊണ്ട് ഈ ശരീരം എടുത്തൂലോ, ഈ ശരീരം നശിക്കണ വരെ പ്രാരബ്ധകർമ്മ അനുസരിച്ച് അനുഭവിക്കാനുള്ളതൊക്കെ പരാതി കൂടാതെ ഭഗവത് സ്മരണയോടുകൂടി ജപിച്ചാൽ, എപ്പോഴും ഭഗവാനെ ചിന്തിച്ചാൽ നമുക്കും ഈ ജന്മാന്ത്യത്തിൽ സാരൂപ്യമോക്ഷം നൽകുന്ന ഗുഹനോട് പറഞ്ഞ പോലെ ഭഗവാൻ നമ്മളോടും പറയുകയാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ നമുക്ക് ഭഗവാനെ എപ്പോഴും ചിന്തിക്കാനുള്ള അനുഗ്രഹം വേണം. ഗുഹനെ നേരിട്ട് കിട്ടിയല്ലോ, അപ്പോൾ നമുക്ക് അതുപോലത്തെ അനുഗ്രഹം ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം. ദേഹത്തിൻ്റെ അവസാനം എൻ്റെ സാരൂപ്യമുക്തി നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു അല്ലേ. സാരൂപ്യമോക്ഷം. മാമേവ ചിന്തയൻ നിത്യം ഭുങ്ക്ഷ്വൻ ഭോഗാൻ, നീ ചെയ്യണതൊക്കെ എന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറയാ. നിജാർജിതാൻ, പ്രാരബ്ധകർമാനുസരണം നിനക്ക് ലഭിച്ചതൊക്കെ അനുഭവിച്ചോളൂ, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. അന്തേ മമൈവ സാരൂപ്യം പ്രാപ്സ്യസേ ത്വം ന സംശയ. ഇനി 19. ഇത്യുക്തൗ പ്രദദൗ തസ്മൈ ദിവ്യാന്യാഭരണാനി ച രാജ്യം ച വിപുലം ദത്വാ വിജ്ഞാനം ച ദദൗ വിഭു രാമേണാലിംഗതോ ഹൃഷ്ടോ യയൗ സ്വഭവനം ഗുഹ. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് തസ്മൈ അവനായിക്കൊണ്ട് ദിവ്യാനി ആഭരണാനി, ഇപ്പം ദിവ്യങ്ങളായിട്ടുള്ള മാലകളൊക്കെ കുറച്ച് കൊടുത്തു. പ്രദദൗ, സന്തോഷം കയ്യിൽ വെക്കാനായിട്ട്. വിഭു, എന്നിട്ട് ഈശ്വരൻ വിപുലൻ രാജ്യം ദത്വ, വിസ്താരമായ ശൃംഗവേരപുരൻ രാജ്യം മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. നൽകിയിട്ട് ദാനം ചെയ്തിട്ട് വിജ്ഞാനം ദദൗ, വിശേഷജ്ഞാനവും നൽകി. രാമേണ, രാമനാൽ ആലിംഗനം ചെയ്യപ്പെട്ടു. ആലോചിച്ച് നോക്ക്, ഗുഹൻ്റെ ഒരു ഭാഗ്യം അല്ലേ. വെറും തോണികടത്തുകാരനാണെങ്കിലും ഭഗവാൻ ആലിംഗനം ചെയ്തു. ഒരു സ്വന്തം ഒരു മിത്രത്തിനെ പോലെയാണ് കാണുന്നത്. ഗുഹൻ ഹൃഷ്ട, സന്തോഷിച്ചവനായിട്ട് സ്വഭവനം, തൻ്റെ ഭവനത്തെ യയോ പോയി, ശൃംഗവേരപുരത്തേക്ക് പോയി. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ഗുഹന് ദിവ്യാഭരണങ്ങളൊക്കെ, ആഭരണങ്ങളും ഭരിക്കാൻ നല്ലൊരു വലിയൊരു രാജ്യവും ഒക്കെ കൊടുത്തു, ഒരു ഭൂമിയും ഒക്കെ കൊടുത്തു. ആത്മജ്ഞാനം ഉണ്ടാവാൻ അനുഗ്രഹിച്ചു. ജ്ഞാനം നൽകി എന്ന് പറഞ്ഞില്ലേ, ആത്മജ്ഞാനം ഉണ്ടാവാൻ അനുഗ്രഹിച്ചതിന് ശേഷം ആലിംഗനം ചെയ്തു. രാമൻ്റെ ആലിംഗനം കൊണ്ട് അങ്ങേയറ്റം സന്തോഷിച്ചിട്ട് ഗുഹൻ രാമൻ പറഞ്ഞ പോലെ സ്വന്തം ഭവനത്തിലേക്ക് പോയി. ഇത്യുക്ത്വാ പ്രദദൗ തസ്മൈ ദിവ്യാന്യാഭരണാനി ച രാജ്യം ച വിപുലം ദത്വാ വിജ്ഞാനം ച ദദൗ വിഭു രാമേണാലിംഗതോ ഹൃഷ്ടോ യയൗ സ്വഭവനം ഗുഹ. 20. യേ ചാന്യേ വാനരാ ശ്രേഷ്ഠ അയോധ്യം സമുപാഗതാ അമൂല്യാഭരണൈർവസ്ത്രൈ പൂജയാമാസ രാഘവ. അയോധ്യയെ സമുപാഗത, അയോധ്യയിൽ വന്നിട്ട് അന്യ ശ്രേഷ്ഠ വാനരാഹായെ, അന്യന്മാരായ ശ്രേഷ്ഠൻ വാനരന്മാർ ആരൊക്കെയോ താൻ അവരെ രാഘവ ശ്രീരാമഭഗവാൻ അമൂല്യാഭരണൈഹി വസ്ത്രൈഹി, ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നൽകിയിട്ട് കൊണ്ട് പൂജയാമാസ, മീൻസ് ഒക്കെ കൊടുത്തു അവർക്ക്, ബാക്കിയുള്ളവർക്ക്. ഈ അഭിഷേക മഹോത്സവത്തിന് അയോധ്യയിൽ വന്നിട്ടുള്ള എല്ലാ ശ്രേഷ്ഠന്മാരായ വാനരന്മാരെയും ബാലന്മാർക്കും നല്ല സമ്മാനങ്ങളൊക്കെ, വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് ശ്രീരാമൻ അവരെ പൂജിച്ചു അല്ലെങ്കിൽ സൽക്കരിച്ചു എന്നാണ് 20 പറഞ്ഞത്. യേ ചാന്യേ വാനരാ ശ്രേഷ്ഠ അയോധ്യം സമുപാഗത അമൂല്യാഭരണൈ വസ്ത്രൈ പൂജയാമാസ രാഘവ. 21 22. സുഗ്രീവപ്രമുഖാ സർവേ വാനരാ സവിഭീഷണാ യഥാർഹം പൂജിതാസ്തേന രാമേണ പരമാത്മനാ പ്രഹൃഷ്ടമനസ സർവേ ജഗ്മുരേവ യഥാഗതം സുഗ്രീവപ്രമുഖാ സർവേ കിഷ്കിന്ധം പ്രേയുർമുദ. എല്ലാവരും അവനവൻ്റെ ഇവിടത്തേക്ക് പോവുകയാണ്. സുഗ്രീവപ്രമുഖാ, സുഗ്രീവൻ മുതലായ സർവേ വാനര, എല്ലാ വാനരന്മാരും സവിഭീഷണ, അതായത് രാക്ഷസരാജാവായിട്ടുള്ള വിഭീഷണനോട് കൂടിയവനായിട്ട് പരമാത്മനാത്തേന രാമേണ, പരമാത്മാവായ രാമനാൽ യഥാർഹം പൂജിത, വേണ്ട പോലെ പൂജിക്കപ്പെട്ടവരായിട്ട് പ്രഹൃഷ്ടമാനസ, സന്തോഷിച്ചിട്ട്
പ്രഹൃഷ്ടമാനസമന സന്തോഷിച്ച മനസ്സോടുകൂടി സർവേ യഥാഗതം ജഗ്മു, എല്ലാവരും വന്നതുപോലെ തിരിച്ചുപോയി. സുഗ്രീവ പ്രമുഖാഹ സർവേ, സുഗ്രീവൻ മുതലായ സർവരും മുത സന്തോഷത്തോടുകൂടി കിഷ്കിന്ധാം പ്രേയോ, കിഷ്കിന്ധയിലേക്ക് പോയി. അതായത് എന്താണ്, വിഭീഷണൻ ലങ്കയിലേക്ക് പോയി, വാനരന്മാരും സുഗ്രീവന്മാരും അവരുടെ രാജ്യമായിട്ടുള്ള കിഷ്കിന്ധയിലേക്കും പോയി. എല്ലാവരെയും വേണ്ട പോലെ, അതായത് സുഗ്രീവനെയും സകല വാനരന്മാരെയും വിഭീഷണനെയൊക്കെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് പരമാത്മാവായ രാമൻ സൽക്കരിച്ചു. അവർക്കൊക്കെ വളരെ സന്തോഷമായി. അവരൊക്കെ പോയി. സുഗ്രീവനും വാനരന്മാരും കിഷ്കിന്ധയിലേക്കും വിഭീഷണൻ ലങ്കയിലേക്കും മടങ്ങിപ്പോയി. സുഗ്രീവ പ്രമുഖാ സർവേ വാനരാസ വിഭീഷണ യഥാർഹം പൂജിതാസ്തേന രാമേണ പരമാത്മന പ്രഹൃഷ്ടമനസ സർവേ ജഗ്മുരേവ യഥാഗതം സുഗ്രീവ പ്രമുഖാ സർവേ കിഷ്കിന്ധാം പ്രയയുർമുദ. സന്തോഷമായിട്ട് പോയി. വിഭീഷണസ്തു സംപ്രാപ്യ രാജ്യം നിഹത കണ്ടകം രാമേണ പൂജിത പ്രീത്യ യയൗ ലങ്കാം അനന്തിത. വിഭീഷണനാകട്ടെ, വിഭീഷണനെ രണ്ടാമത് പറയേണ്ടതിൽ നിഹത കണ്ടകം, നിഗ്രഹിക്കപ്പെട്ട ശത്രുക്കളോടുകൂടിയ രാജ്യം സംപ്രാപ്യ, രാജ്യത്തെ സംപ്രാപിച്ചിട്ട് രാമേണ പൂജിത, രാമനാൽ പൂജിക്കപ്പെട്ടവനും അനിന്ദിത, മാനിക്കപ്പെടുന്നവനുമായിട്ട് പ്രീതിയോടുകൂടി ലങ്കാം വ്യയൗ, ലങ്കയിലേക്ക് പോയിന്ന്. രാമനാൽ സൽക്കരിക്കപ്പെട്ടവനും സജ്ജനങ്ങളാലൊക്കെ ബഹുമാനിക്കപ്പെട്ടവനുമായ വിഭീഷണനാകട്ടെ, ശത്രുക്കളാരും ഇല്ല, എല്ലാവരും കൊന്നൂലപ്പോൾ, ശത്രുക്കളാരും ഇല്ലാത്തതായ രാജ്യം ലഭിച്ച് സന്തോഷമായിട്ട് ലങ്കയിലേക്ക് തിരിച്ചുപോയി. വിഭീഷണസ്തു സംപ്രാപ്യ രാജ്യം നിഹത കണ്ടകം രാമേണ പൂജിത പ്രീത്യ യയൗ ലങ്കാം അനന്തിത. 24. രാഘവോ രാജ്യമഖിലം ശശാസാഖിലവത്സല അനിച്ഛന്നപി രാമേണ രാജ്യേഭിഷേചിത ലക്ഷ്മണപരയാ ഭക്ത്യാ രാമസേവാപരോഭവത് അഭവത്. അഖിലവത്സല രാഘവ, എല്ലാവരിലും വാത്സല്യമുള്ള ശ്രീരാമൻ അഖിലം രാജ്യം, സമസ്ത രാജ്യത്തെ ശശാസ ഭരിച്ച് അനിച്ഛനപി ആഗ്രഹമില്ലെങ്കിലും രാമനാൽ യുവരാജസ്ഥാനത്തിൽ അഭിഷേചിത ലക്ഷ്മണനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ചിട്ട് പരയായ ഭക്തിയോടുകൂടെ രാമസേവാപര അഭവത്. ലക്ഷ്മണൻ രാമസേവാ താൽപരനായിട്ട് അവിടെ വസിച്ചു. അപ്പോൾ എന്താ പറഞ്ഞാൽ, എല്ലാവരാലും സ്നേഹിക്കുന്ന രാമൻ സമസ്ത രാജ്യത്തെയും പരിപാലിച്ചു. ആഗ്രഹമില്ലെങ്കിലും രാമനാൽ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ലക്ഷ്മണന് മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. രാമൻ്റെ നിർബന്ധം കൊണ്ട് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സമ്മതിച്ചു. എന്നിട്ട് ലക്ഷ്മണൻ രാമസേവയിൽ തന്നെ, രാമനെ സേവിക്കുന്നതിൽ തന്നെ തൽപരനായിട്ട് ഭവിച്ചു എന്നാണ് പറഞ്ഞത്. രാഘവോ രാജ്യമഖിലം ശശാസാഖിലവത്സല അനിച്ഛന്നപി, ഇഷ്ടമില്ലെങ്കിലും രാമേണ യൗവരാജ്യേഭിഷേചിത ലക്ഷ്മണ പരയാ ഭക്ത്യ രാമസേവാപരോഭവത്. 25ഉം 26ഉം കൂടിയും ചെയ്യാം. രാമസ്തു പരമാത്മാപി കർമാധ്യക്ഷോപി നിർമ്മല കർത്തൃത്വാദിവിഹീനോപി നിർവികാരോപി സർവദാ സ്വാനന്ദേനാപി തുഷ്ട സ്വസൻ ലോകാനാമുപദേശകൃത് അശ്വമേധാദിയജ്ഞൈശ്ച സർവൈർവിപുലദക്ഷിണൈഃ അയജൽ പരമാനന്ദോ മാനുഷം വപുരാശ്രിതഃ. എന്താ പറയണേ? രാമനാകട്ടെ പരമാത്മാവാണെങ്കിലും, പരമാത്മാവ് സത്വഗുണമെടുത്ത് അവതരിച്ചതാണല്ലോ, എന്നാലും കർമാധ്യക്ഷാഭി, സർവകർമ്മസാക്ഷിയും നിർമ്മലനും
കർത്തൃത്വാദിവിഹീന, കർത്തൃത്വം ഭോക്തൃത്വം മുതലായ കൂടാത്തവനായും സർവദാ നിർവികാരനാണെങ്കിലും സ്വാനന്ദേന ആത്മാനന്ദത്താൽ തുഷ്ടാഭി, ആത്മാരാമനാണെങ്കിലും മാനുഷം വപു ആശ്രിത, മനുഷ്യശരീരം എടുത്തത് കാരണം, മനുഷ്യശരീരം എടുത്ത് അവതരിച്ച കാരണം ലോകാനാം, ലോകങ്ങൾക്ക് ഉപദേശകൃത്, ഉപദേശിക്കുന്നവനായിട്ട്, അതായത് ലോകത്തിനൊരു മാതൃകാ പുരുഷനാവാൻ വേണ്ടിയിട്ട് വിപുലദക്ഷിണേഹി, വിപുലമായ ദക്ഷിണയോടുകൂടിയ സർവൈഹി അശ്വമേധാദിയജ്ഞൈഹി, സർവ അശ്വമേധാദിയജ്ഞങ്ങൾ കൊണ്ട് പരമാനന്ദ, പരമാനന്ദ സ്വരൂപനായിട്ട് അയജത്, യജിച്ചു, യാഗങ്ങൾ ചെയ്തു. ഭഗവാൻ അതൊന്നും ആവശ്യമില്ലല്ലോ, പരബ്രഹ്മം തന്നെയല്ലേ. പക്ഷേ മനുഷ്യനായി ജന്മം എടുത്തോണ്ടേ മറ്റവർക്കൊരു മാതൃകയാവാൻ, അതാണ് പറഞ്ഞത്. പരമാനന്ദ സ്വരൂപനും പരമാത്മാവും സർവകർമ്മങ്ങളുടെ സാക്ഷിയും, അതായത് കർത്തൃത്വം ഭോക്തൃത്വം എന്ന ഭാവം ഇല്ലാത്തവനും, എല്ലായ്പ്പോഴും നിർവികാരനും, ആത്മാരാമനും, മനുഷ്യ ശരീരത്തെ ധരിച്ചിരിക്കുന്ന രാമനാകട്ടെ ലോകത്തിലുള്ളവർക്ക് രാജധർമ്മം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് അനുഷ്ഠാനപൂർവ്വം ഉപദേശിക്കാൻ വേണ്ടിയിട്ട്, താൻ തന്നെ അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ദക്ഷിണകൾ കൊടുത്ത് നടത്തിക്കേണ്ടവയുമായ അശ്വമേധാദി യാഗങ്ങൾ കൊണ്ട് സർവേശ്വരനെ, അവനവനെ തന്നെ ആരാധിച്ചു. യാഗം കൊണ്ട് ഭഗവാന്, ശ്രീരാമചന്ദ്ര ഭഗവാന് യാഗം കൊണ്ട് സാധിക്കേണ്ടതായിട്ട് ഒന്നും ഇല്ലെങ്കിലും ലോകത്തിലുണ്ടാകുന്ന രാജാക്കന്മാരെ യാഗങ്ങൾ ചെയ്യണം ലോക നന്മയ്ക്കായിട്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, സാധാരണ രാജാക്കന്മാർ നടക്കേണ്ട രീതിയെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഭഗവാൻ യാഗം ചെയ്തു. കുറേ യാഗങ്ങളൊക്കെ ചെയ്തു. അതൊന്നും ഭഗവാൻ ആവശ്യം ഇല്ലെങ്കിലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25ഉം 26ഉം വായിക്കാം. രാമസ്തു പരമാത്മാഭി കർമാധ്യക്ഷോഭി നിർമ്മല കർത്തൃത്വാദി വിഹീനോഭി, അല്ലേ, ഒന്നിൻ്റെ ആവശ്യമില്ല, കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, നിർവികാരോഭി സർവദാ സ്വാനന്ദേനാഭി, ആത്മാരാമനാണ്. തുഷ്ട സൻ ലോകാൻ ഉപദേശകത്, ലോകത്തിന് ഉപദേശിക്കാനായിക്കൊണ്ട് അശ്വമേധാദി യജ്ഞയിശ്ച, അങ്ങനത്തെ അശ്വമേധമുള്ള യാഗങ്ങൾ സർവൈർ വിപുല ദക്ഷിണൈ, ധാരാളം ദക്ഷിണയൊക്കെ കൊടുത്ത് ചെയ്തു. അയജൽ പരമാനന്ദോ മാനുഷം വപുരാശ്രിത, മനുഷ്യ ശരീരം ധരിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു മര്യാദ പുരുഷോത്തമനാണെന്നുള്ള മാതൃകാ പുരുഷനായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. 27ഉം കൂടിയും ചെയ്ത് നമുക്ക് നിർത്താമ്പടെ. ന പര്യദേവൻ വിധവ ന ച വ്യാളകൃതം ഭയം ന വ്യാധിജം ഭയം ചാസീദ് രാമേ രാജ്യം പ്രശാസതി, അതും കൂടിയും പറഞ്ഞു നിർത്താം. രാമൻ രാജ്യം പ്രശാസതി, രാജ്യത്തെ ഈ ഭരിക്കുന്ന കാലത്തിൽ വിധവകൾ ന പരിദേവനം ചെയ്തില്ല, വിധവകളേ ഇല്ല. പിന്നെയോ, അതായത് ആർക്കും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടില്ല. വ്യാളകൃതം ഭയം, സർപ്പം നിമിത്തമുള്ള ഭയം ആർക്കും ഇല്ല. ന ആസീദ് ഉണ്ടായില്ല. വ്യാധിജം ഭയം അതായത് ആധിവ്യാധികളിൽ നിന്നുള്ള ഭയവും ആർക്കും ന ആസീദ് ഉണ്ടായില്ല. എന്താ പറയണേ, രാമൻ ഇതുപോലെ ധർമ്മിഷ്ഠനായിട്ട് രാജ്യപരിപാലനം ചെയ്യുന്ന കാലത്ത് അവിടെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് ദുഃഖിക്കാനിടവെന്ന വിധവകളൊന്നും ഉണ്ടായില്ല അയോധ്യയിൽ. സർപ്പം മുതലായതിൽ നിന്ന് ഭയം ഉണ്ടായിരുന്നില്ല. ആധിവ്യാധി മുതലായ ജനങ്ങൾക്ക് ഭയം ഉണ്ടായില്ല. അകാല വൈധവ്യോ അകാല മരണമോ അപമൃത്യുബാധയോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നർത്ഥം. അത്ര നല്ല ഭരണമായിരുന്നു രാജാവ്. അത്ര ധർമ്മിഷ്ഠനായ രാജ്യത്ത് എന്താ ഉണ്ടാവുക, ആരും അകാലത്ത് മരിക്കില്ല, വിധവകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അകാല വൈധവ്യം ഉണ്ടാവില്ല, അകാല മരണം ഉണ്ടാവില്ല, അപമൃത്യു, അതായത് ഈ പാമ്പ് കടിച്ചിട്ടൊക്കെ ഉള്ള അപമൃത്യു, അല്ലെങ്കിൽ ഇങ്ങനെ ആപത്ത് കൊണ്ടുള്ള മൃത്യു ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നല്ല ധർമ്മിഷ്ഠനായിട്ടുള്ള ഭഗവാൻ വളരെ ധർമ്മം തന്നെ അനുഷ്ഠിച്ച് ഭരിച്ചപ്പോൾ രാജ്യത്ത് മുഴുവൻ ഐശ്വര്യവും നന്മയും നിറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താം. ന പര്യദേവൻ വിധവ ന ച വ്യാളകൃതം ഭയം
ന വ്യാധിജം ഭയം ചാസീദ് രാമേ രാജ്യം പ്രശാസതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.